ഡിയേഴ്സ്, ഇന്ന് നല്ല സൺഡേ അടിപൊളി ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പുഴയിൽ നിന്ന് നല്ല പെടയ്ക്കണ മീനെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇവൻ എപ്പോൾ തട്ടിപ്പോകുന്നോ അപ്പോൾ നമുക്കെടുത്ത് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ലാസ്റ്റിൽ തട്ടിപ്പോയ ഒരുത്തനെ എടുത്ത് ഞങ്ങളിതാ കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യാൻ പേടിയാണെന്ന്, ഇങ്ങനെ ജീവനുള്ളതായതുകൊണ്ട് പേടിയായതുകൊണ്ട് പിന്നെ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ. സാധാരണ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്താണ് മീനൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പുഴയിൽ നിന്നും ഡയറക്റ്റ് കിട്ടിയത് കൊണ്ട് ക്ലീൻ ചെയ്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡാണ് ഒക്കെ ക്ലീൻ ചെയ്ത് തരുന്നത്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കൈയൊക്കെ മുറിഞ്ഞ് കയ്യിലൊക്കെ മുള്ളൊക്കെ കുത്തി കീറി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ല എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഇത് അധികം വേവൊന്നുമില്ല, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു സ്റ്റൈല് ആയിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊക്കെ അരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറി ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് വാട്ടർഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം വേവിച്ചു കേട്ടോ. അതിന് ശേഷം ഒരു കുറച്ച് മാത്രമേ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മീനിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള അരപ്പ് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കാന്താരി ഉണങ്ങി വെച്ചതും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അരപ്പുണ്ടാക്കി കപ്പയൊക്കെ ഇളക്കി സെറ്റാക്കി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. താങ്ക്